ഇന്ത്യക്ക് എത്താൻ പോകുന്നത് ഇനി റാഫേൽ F4 ആണ്. ഫ്രാൻസുമായി 90 റാഫേൽ F4 യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ അന്തിമമാക്കിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ ദീർഘകാല മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025 അവസാനത്തോടെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നും 2026 ഔപചാരിക കരാർ ഒപ്പിടും എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏറ്റെടുക്കൽ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള കരാറായ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ചട്ടക്കൂടിനെ തുടർന്നാണ് സംഭരണം നടക്കുക എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയിൽ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറയുന്നത് അടിയന്തിരമായി പരിഹരിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 2016 36 റാഫേൽ ജെറ്റുകൾ അടിയന്തിരമായി വാങ്ങിയതിനെ തുടർന്നാണ് 2019 114 പുതിയ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമവും ഇന്ത്യ ആരംഭിച്ചത്. നിലവിൽ ഏകദേശം 31 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നത്. രണ്ട് മുന്നണികളുടെ ഭീഷണി ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ആവശ്യമായ 42 സ്ക്വാഡ്രണുകളുടെ ഔദ്യോഗികമായി അനുവദിച്ച ശക്തിയേക്കാൾ വളരെയധികം താഴെയാണ് 31 സ്ക്വാഡ്രൺ എന്ന കണക്ക്. ഈ MRFA ടെൻഡറിൽ അമേരിക്കയുടെ F-21, F-4 A-18 സൂപ്പർ ഹോർണറ്റ്, സ്വീഡന്റെ ഗ്രിപ്പൻ എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര എതിരാളികളാണ് പങ്കെടുത്തത്. എന്നാൽ വിലനിർണ്ണയത്തെയും ആഭ്യന്തര ഉൽപാദനത്തിനുള്ള ആവശ്യകതകളെയും കുറിച്ചുള്ള സങ്കീർണമായ ചർച്ചകൾ കാരണം ഈ പ്രക്രിയയിൽ ഗണ്യമായ കാലതാമസം നേരിടുകയായിരുന്നു. കൂടുതൽ തിരിച്ചടികൾ ഒഴിവാക്കാൻ വേണ്ടി 90 റാഫേൽ F4കൾക്കായുള്ള നേരിട്ടുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറിനായി IAF ഇപ്പോൾ ശക്തമായി വാദിക്കുകയാണ്. 2028നും 2030നും ഇടയിൽ ആദ്യ വിമാനം വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. ഈ റാഫേൽ 4 എന്നത് ഫ്രഞ്ച് യുദ്ധവിമാനത്തിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും നൂതനമായ നിലവാരത്തെയാണ് റാഫേൽ 4 പ്രതിനിധീകരിക്കുന്നത്. കൂടുതൽ ശക്തമായ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും അഡ്വാൻസ്ഡ് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അരേ റഡാറും ഉൾപ്പെടെയുള്ള കാര്യമായ നവീകരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘദൂര മിറ്റിയോർ എയർ ടു എയർ മിസൈലുകളുമായി ഈ വിമാനം പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതാണ്. തേജസ് മാർക്ക് 2, 5ാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA തുടങ്ങിയ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി വികസിപ്പിച്ച് ഉൾപ്പെടുത്തുന്നത് വരെ പോരാട്ടത്തിൽ മുൻതൂക്കം നിലനിർത്തുന്നതിനുള്ള നിർണായകമായ ഒരു ഇടക്കാല നടപടിയായി റാഫേൽ 4നെ ഏറ്റെടുക്കൽ കാണുന്നത്. കൂടാതെ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ്, ആസ്ട്ര മിസൈലുകളുമായി സംയോജിപ്പിക്കാനുള്ള F4ന്റെ കഴിവ് നിലവിലുള്ള കപ്പലുകളുമായി തടസ്സമില്ലാത്ത പ്രവർത്തന സിനർജിയാണ് ഉറപ്പാക്കുന്നത്. ഇതുകൂടാതെ തരംഗ ശക്തി 2024 പോലുള്ള ബഹുരാഷ്ട്ര അഭ്യാസങ്ങളിൽ ഈ അടുത്തിടെ റാഫേൽ പ്രകടമാക്കിയ തെളിയിക്കപ്പെട്ട വിശ്വാസ്യത ദീർഘകാല മത്സര വിലയിരുത്തലിനേക്കാൾ ഇതിനെ ഒരു മുൻഗണനാ തിരഞ്ഞെടുപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. തന്ത്രപരമായ നേട്ടങ്ങൾ വ്യക്തമാണ് എങ്കിലും കരാറിന്റെ സാധ്യതയുള്ള ചെലവ് ഇപ്പോഴും ഒരു പ്രധാന പരിഗണനയായി തന്നെ തുടരുകയാണ്. ഓരോ വിമാനത്തിനും $120 മുതൽ $140 മില്യൺ വരെ വില കണക്കാക്കുമ്പോൾ 90 ജെറ്റുകൾ വാങ്ങുന്നത് ഏകദേശം $12 ബില്യൺ വരും എന്നാണ് പറയുന്നത്. ഇത് വരാനിരിക്കുന്ന ദേശീയ പ്രതിരോധ ബജറ്റിൽ ഗണ്യമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. എങ്കിലും 2016 കരാറിന് സമീപമായ ഒരു G2G കരാർ ഇത് ഏകദേശം 15 മുതൽ 20% വരെ വില കുറയ്ക്കാൻ ഇടയാക്കും എന്നും പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള കമ്പനികളുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയിൽ കരാറിന്റെ മൂല്യത്തിന്റെ ഒരു ഭാഗം വീണ്ടും നിക്ഷേപിക്കണമെന്ന് നിർബന്ധമാക്കുന്ന ഒരു ഗണ്യമായ ഓഫ്സെറ്റ് ക്ലോസും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ G2G ഡീലോടെ ഇന്ത്യ റാഫേൽ F4 ഏറ്റെടുക്കലിന് തയ്യാറെടുക്കുകയാണ്. അടുത്ത വർഷം കരാർ ഒപ്പിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.